റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞാൽ തീരില്ല, ആ ഹബീബിന്റെ അവദാനങ്ങൾ പാടിയാൽ തീരില്ല. ആ റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകതകൾ എത്ര പ്രഭാഷണം നടത്തിയാലും തീരില്ല സഹോദര. ഒന്നോ രണ്ടോ മണിക്കൂർ പ്രഭാഷണം നടത്തിയ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാലില്ല, സാധ്യമല്ല. അത് അബ്ദുല്ലാഹിയുടെ പൊന്നോമന മകനാണ്, അത് ആമിന ബീവിയുടെ കരളിന്റെ കഷ്ണമാണ്, അത് അബൂ ത്വാലിബിന്റെ മനസ്സിന്റെ കുളിരാണ്, അത് സ്വഹാബത്തിന്റെ പ്രാണന്റെ പ്രാണനാണ്, അത് മദീനയുടെ മണ്ണിലെ മണമുള്ള പുഷ്പമാണ് സഹോദര. അത് ഇരുളടഞ്ഞ ലോകത്തിന് വെളിച്ചം തന്ന സൂര്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അനാഥ മക്കളുടെ കണ്ണ് തുടച്ച കാരുണ്യമാണ്, അത് പാപികൾക്ക് രക്ഷയ്ക്കെത്തുന്ന ശഫാഅത്തുകാരനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ വർണ്ണിച്ചാൽ തീരില്ല, ആ ഹബീബിന്റെ അവദാനങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത് അല്ലാഹു പ്രപഞ്ചത്തിനാകെ നൽകിയ അനുഗ്രഹമാണ്. മുഅ്മിനേ, ഒരു സമുദായത്തിന് പ്രത്യേകമാക്കപ്പെട്ട പ്രവാചകനല്ല മുഹമ്മദ് മുസ്തഫ. ഒരു സമുദായത്തിനോ സമൂഹത്തിനോ ഒരു കൂട്ടം ജനങ്ങൾക്കോ മാത്രം അല്ലാഹു പ്രത്യേകമാക്കി തന്നതല്ല ഹബീബിനെ. സഹാബത്തിനു വേണ്ടി മാത്രം പ്രത്യേകമാക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ മുഹാജിറുകൾക്കോ അൻസാരികൾക്കോ വേണ്ടി മാത്രം പ്രത്യേകമാക്കി തന്നതല്ല, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന നാം ഓരോരുത്തർക്കും മാത്രം അല്ലാഹു തന്നതല്ല മുത്തുളി മുഹമ്മദ് മുസ്തഫ തങ്ങളെ. മറിച്ച് അല്ലാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ലോകത്തേക്ക്, നബിയെ അങ്ങേ അയക്കപ്പെട്ടത് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും കാരുണ്യമായിട്ടാണ് ഹബീബേ. ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രത്യേകമാക്കപ്പെട്ടതല്ല, ഒരു സമുദായത്തിനോ സമൂഹത്തിനോ മാത്രം വേണ്ടി ഇറക്കപ്പെട്ട പ്രവാചകനല്ല. മറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തൊക്കെ സൃഷ്ടിജാലങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടോ, അത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, ജീവനുള്ളത് മാത്രമല്ല, ലോകത്ത് എന്തൊക്കെ സൃഷ്ടിജാലങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ അത് കല്ലിനും മുള്ളിനും വരെ കാരുണ്യമായിട്ട് കടന്നു വന്ന പ്രവാചകനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, സ്നേഹിക്കണമെങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കണം, പ്രണയിക്കണമെങ്കിൽ ആ പ്രവാചകനെ പ്രണയിക്കണം. ഒരു കാമുകിലും കാണാത്ത സൗന്ദര്യം ആ പ്രവാചകനിൽ നിനക്ക് കാണാം, ഒരു സ്നേഹിതനിലും കാണാത്ത സ്നേഹം ആ പ്രവാചകനിൽ നിനക്ക് പ്രതീക്ഷിക്കാം. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദ് നിസാഇ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാ. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രശസ്തനായ സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കവിയാണ്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുകയാണ്, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി. നബിയെ, അങ്ങേ പോലെ സുന്ദരനായ ഒരാളെ, നബിയെ, അങ്ങേ പോലെ സൗന്ദര്യമുള്ള ഒരാളെ എന്റെ കണ്ണുകൾ ഇന്നേ വരെ കണ്ടിട്ടില്ല യാ റസൂലല്ലാഹ്. എന്റെ കണ്ണുകൾക്ക് ഇന്നേ വരെ അങ്ങേ പോലെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചിട്ടില്ല യാ ഹബീബല്ലാഹ്. വഅജ്മലു മിൻക ലം തലിദ് നിസാഇ. നബിയെ, അങ്ങേ പോലെ മനോഹരമായ ഒരു വ്യക്തിയെ ഇന്നേ വരെ ഒരു മാതാവും ഈ ഭൂമിലോകത്ത് പ്രസവിച്ചിട്ടില്ല പ്രവാചകരെ. അങ്ങേ പോലെ സുന്ദരനായ, അങ്ങേ പോലെ മനോഹാരിതയുള്ള, അങ്ങേ പോലെ വടിവത്ത ഒരു മനുഷ്യനെ ഈ ഭൂമി ലോകത്തൊരു മാതാവും പ്രസവിച്ചിട്ടില്ല ഹബീബേ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി. അങ്ങ് ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടത് ഒരു ന്യൂനത